കർത്താവിൻ്റെ അതിവിശുദ്ധമായിട്ട് ഇവിടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്ത്യാവത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യേ നമുക്ക് വിശിഷ്ടാതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിലേറെ പ്രസിദ്ധിയായ ഒരു ദൈവദാസിയാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ദൈവം നൽകിക്കൊടുത്ത് ദൈവം വളരെ അനുഗ്രഹിച്ച ഒരു ദൈവദാസിയാണ്. കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രിയ ദൈവദാസി കോവിഡിൻ്റെതായ വളരെ ഭാരത്തിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവജനത്തിൻ്റെ ശ്രദ്ധയേറെ പ്രാർത്ഥനയിലൂടെ ദൈവദാസിക്ക് ഒരു വിടുതൽ നൽകി കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് പ്രിയ ദൈവദാസി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ പോയി കർത്താവിനെ അധികമായി മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് തൻ്റെ സാക്ഷ്യവും ജീവിതവും ഒക്കെ പാട്ടിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയ ദൈവദാസിയെ ക്രിസ്തു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സഹോദരിയുടെ പേരൊന്ന് പറയാമോ? സഹോദരി വളരെ താഴ്മയുള്ള വ്യക്തിത്വമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നത്? നിങ്ങൾ കടന്നു വരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്നുകൂടെ വിശദമായി പറയാം. സഹോദരിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? വളരെ ചെറുപ്പം ആണ്. കാഴ്ച നമുക്ക് ഒരു 100 വയസ്സ് പ്രതീക്ഷിച്ചു, എങ്കിലും വളരെ ചെറുപ്പമാണ്. ഓക്കെ, സഹോദരിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ ആണോ? സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതാണോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. വിവാഹ ജീവിതത്തിൽ അത്ര സന്തോഷമല്ലെന്ന് തോന്നുന്നു. എങ്കിലും ഭർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം? ഭർത്താവ് സഹോദരിയെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ? ഭർത്താവിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തിത്വമാണ്. മക്കൾ? നല്ലൊരു കുടുംബജീവിതമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മായിയമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞത്? വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും അമ്മായിയമ്മയായിട്ട് വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടോ? നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിനാ വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിനാ. വഴക്കില് സഹോദരി പതറിപ്പോകാറുണ്ടോ? പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും. ഇതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ ചിലത് കേട്ടു, സഹോദരി പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നതായിട്ട് ഇങ്ങനെ ഒന്ന് അറിഞ്ഞു. നിർത്തിയതുകൊണ്ട് നിന്നതാണ്, അല്ലാതെ നിൽക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഭയിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് സഹോദരി കടന്നു വരുവാനിടയായി. അതോടനുബന്ധിച്ച് നമ്മുടെ പാസ്റ്ററെ കുറിച്ച് സഹോദരിയുടെ അഭിപ്രായം? പാസ്റ്ററെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, ഒരുപാട് പറയാനുണ്ട്. മദറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്?
ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. നമ്മുടെ സഭകളുടെയൊക്കെ നെടുന്തൂണായ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സുന്ദരം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സരം മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പറഞ്ഞത് അങ്ങോട്ട് എത്രത്തോളം വ്യക്തമായില്ല, ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു പറയും. വന്നിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ഇവിടെ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് നൽകി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയില്ല, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. നമ്മുടെ സഭാ കമ്മിറ്റിയെ കുറിച്ചുള്ള കമ്മിറ്റി മീൻസ് നമ്മുടെ ജനറൽ ബോഡിയെ കുറിച്ചുള്ള അഭിപ്രായം. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. നമ്മുടെ സഭയിൽ കടന്നു വന്നിട്ട് സഭ നിങ്ങൾ കണ്ടു, നല്ല വിശ്വാസ കൂട്ടങ്ങളെ കണ്ടു. ആ സഭയ്ക്കുള്ള അഭിപ്രായം എന്താണ്? ആദ്യ സ്നേഹം വിശ്വാസം ആദിമാ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിനായി നൽകിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തു പോയൊരുങ്ങിയിടുക. ഇത്രയും സമയം നമ്മളോടൊപ്പം ആയിരുന്ന പ്രിയ ദേവദാസിക്ക് സഭയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നന്ദി കൊണ്ടെന്റെ ഉള്ളം